നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം രാജിവെക്കുന്നു എന്ന കിംവദന്തികൾ ഇന്നലെ രാവിലെ മുതൽ പ്രചരിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം തന്നെ ആ കിംവദന്തികൾക്ക് വിരാമമിട്ട് മന്ത്രിസ്ഥാനത്ത് തുടരും എന്ന നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ രാത്രി 7:30 കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകളുടെ പട്ടിക പുറത്തു വന്നു. എന്തുകൊണ്ട് സുരേഷ് ഗോപി രാജിവെക്കുമെന്ന വിവരം പ്രചരിച്ചു? എന്തുകൊണ്ട് അത്തരത്തിലൊരു ഊഹാപോഹങ്ങൾ പരന്നു എന്നത് വളരെ വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഡൽഹിയിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് സുരേഷ് ഗോപി ഇന്നലെ പുറത്തിറങ്ങിയിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. BJP നേതാക്കളായ PK കൃഷ്ണദാസ്, MT രമേശ്, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സുരേഷ് ഗോപി താമസിക്കുന്ന ഹോട്ടലിലെത്തിയിരുന്നു. ഉച്ചയോടെ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയും ബന്ധുക്കളും കേരളത്തിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. ഈ സംഭവ വികാസങ്ങൾക്കിടെയാണ് രാജി വാർത്തകൾ തള്ളി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ അദ്ദേഹം തയ്യാറായില്ല. രാത്രി വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വന്നപ്പോഴും അദ്ദേഹം നിശബ്ദനായിരുന്നു, മുറിയിലായിരുന്നു എന്നാണ് വിവരങ്ങൾ. ഇനി എന്താണ് അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള പ്രതികരണം? അതായത് മാധ്യമങ്ങളോട് അദ്ദേഹം നേരിട്ട് സംസാരിക്കുന്നത് എപ്പോഴാണ്, എന്തൊക്കെയാണ് അദ്ദേഹം പറയുക എന്ന് ഉറ്റുനോക്കുകയാണ് ഏവരും. അതേസമയം ജോർജ് കുര്യൻ സജീവമായി തന്നെ രംഗത്തുണ്ട്. മുൻ മന്ത്രി V മുരളീധരൻ്റെ വീട്ടിലാണ് അദ്ദേഹം. രാവിലെ തന്നെ ചാനലുകൾക്ക് അദ്ദേഹം പ്രതികരണം നൽകി. താൻ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന പ്രതീക്ഷകൾ അടക്കം അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി. കേരളത്തിലെ BJP നേതാക്കളും പ്രവർത്തകരും അദ്ദേഹത്തെ കാണാൻ വന്നു. രാത്രി തന്റെ വകുപ്പുകൾ അറിഞ്ഞപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇതിനു പിന്നാലെ വകുപ്പുകൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തുടങ്ങി. V മുരളീധരൻ അദ്ദേഹത്തിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്ത് പിടിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് ജോർജ് കുര്യന്റെ പ്രതികരണം. ന്യൂനപക്ഷക്ഷേമം തനിക്ക് ഏറെ പരിചയമുള്ള മന്ത്രാലയമാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷനായിരിക്കെ മന്ത്രാലയത്തിന്റെ പദ്ധതികൾ നടപ്പാക്കാൻ രാജ്യം മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതിന്റെ പരിചയമുണ്ട് തനിക്ക്. ഫിഷറീസ്, ക്ഷീര, മൃഗസംരക്ഷണ വകുപ്പുകളിൽ തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്നും ജോർജ് കുര്യൻ പ്രതികരിച്ചു. കേരളത്തിന് കൂടി നിർണായകമായ വകുപ്പുകൾ നൽകിയത് മലയാളി ആയതുകൊണ്ടാണെന്ന് കരുതുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തീരദേശത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് ഫിഷറീസ് വകുപ്പ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തീരദേശത്തെ ജനങ്ങളുമായി സംസാരിക്കും. സംസ്ഥാന സർക്കാരും കേന്ദ്രവും തമ്മിൽ സഹകരിച്ചു കൊണ്ടുപോകുന്ന സംവിധാനമാണ് രാജ്യത്തുള്ളതെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. അതേസമയം സുരേഷ് ഗോപിക്ക് ടൂറിസം, പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പുകളുടെയും ജോർജ് കുര്യന് ന്യൂനപക്ഷ, ക്ഷീര, ഫിഷറീസ്, മൃഗസംരക്ഷണ വകുപ്പുകളുടെയും ചുമതലയാണ് കിട്ടിയിരിക്കുന്നത്. അതേസമയം ആഭ്യന്തരം, പ്രതിരോധം, ധനകാര്യം, റെയിൽവേ, ഉപരിതല ഗതാഗതം, വിദേശകാര്യം, വിദ്യാഭ്യാസ വകുപ്പ് ഇതിലൊക്കെ രണ്ടാം മോദി സർക്കാരിലെ മന്ത്രിമാർ തന്നെ മൂന്നാം മോദി സർക്കാരിലും തുടരും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.